നന്ദി. എൻ്റെ പേര് ആതിര. ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ രണ്ടാമത്തെ ധ്യാനമാണ്. എനിക്ക് ഫസ്റ്റ് ധ്യാനത്തിൽ എനിക്ക് പറയാൻ ഇവിടെ ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ഇവിടെ എനിക്ക് ഒരു പേടിയും തോന്നുന്നില്ല. ഞാൻ ഫസ്റ്റ് ധ്യാനത്തിന് വന്ന ടൈമിൽ ജിൻസ് ബ്രദർ സ്തുതിക്കുന്ന ടൈമിൽ കുരിശ് വെച്ച് ഓരോരുത്തരെ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു കഴിഞ്ഞ ധ്യാനത്തിന് ഇവരെ പറഞ്ഞു വെച്ചിട്ട് വീഴ്ത്തുന്നതാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ജിൻസ് ബ്രദർ പറഞ്ഞു കണ്ണടച്ച് സ്തുതിക്കാൻ പറഞ്ഞു. ഞാൻ കണ്ണടച്ച് സ്തുതിച്ചു. പക്ഷെ എനിക്ക് അഭിഷേകം കിട്ടി. പക്ഷെ എനിക്ക് അപ്പോഴും മനസ്സിലായില്ല എനിക്ക് അഭിഷേകം കിട്ടിയതാണെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം കണ്ണടച്ച് സ്തുതിക്കും നമുക്ക് ബോഡി ഇംബാലൻസ് ആവും. അങ്ങോട്ട് നമുക്ക് അപ്പോഴും തന്നെ നമുക്ക് ബോഡിക്ക് ഒരു ബാലൻസ് കിട്ടത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഈശോയെ എനിക്ക് കണ്ണ് തുറന്നിരിക്കുമ്പോൾ ഈശോയുടെ അഭിഷേകം എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞ് എടുത്ത് വെച്ചില്ല. അപ്പോഴത്തേക്ക് എന്നെ തല്ലി തറയിലിട്ടു. അതെനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. പിന്നെ ഞാൻ എല്ലാ ദിവസവും ഞാനൊരു ഹിന്ദു ആണ്. എനിക്ക് ജപമാല എങ്ങനെ ചൊല്ലണമെന്നോ ഒന്നും അറിയത്തില്ല. പക്ഷെ ഞാന് ഇവിടെ നിന്ന് പോയതിന് ശേഷം ജപമാല എങ്ങനെ ചൊല്ലണമെന്നും എല്ലാം പഠിച്ചു. പക്ഷെ 5:30 എല്ലാ ദിവസവും ഞാൻ ജപമാല ചൊല്ലുമായിരുന്നു. പക്ഷെ ഒരു ദിവസം അലാറം വെക്കാനോ മറന്നതാണോ എന്ന് അറിയത്തില്ല, കേൾക്കാത്തതാണോ എന്നും അറിയത്തില്ല. പക്ഷെ അന്ന് രാവിലെ മാതാവ് മണി കിലുക്കുന്ന സൗണ്ട് കേട്ടു, ഭയങ്കരമായിട്ട് കേട്ടു. എന്നിട്ട് കണ്ണ് തുറന്നു നോക്കിയപ്പോൾ സ്വർണ്ണ കളർ മാതാവ് കണ്ണിലേക്ക് വന്ന്, ഞാൻ കണ്ണ് തുറന്നു നോക്കി, കിരീടം, ചുവന്ന കിരീടം, സാരി മാതാവ് വന്നതാ. അപ്പോഴത്തേക്കും തന്നെ അഭിഷേകത്തിൽ വീണു. ഞാൻ അതിനുശേഷം ജപമാല ചൊല്ലുകയും ചെയ്തു. ഇവിടെ നിന്ന് ഒരുപാട് എനിക്ക് പറയാനുണ്ട്. ഞാൻ ഹിന്ദു വിഗ്രഹങ്ങൾ എല്ലാം വീട്ടിലുണ്ടായിരുന്നു. ചേച്ചി അമ്മയും അത്രയ്ക്ക് ഇങ്ങോട്ട് അടുത്തിരുന്നില്ല. പക്ഷെ ഈ ധ്യാനം കഴിഞ്ഞപ്പോ ഒരുപാട് ചേഞ്ച് ഉണ്ടായി. അവർക്ക് അതിലോട്ട് മാറണമെന്നും പിന്നെ വിഗ്രഹങ്ങളെല്ലാം ഫുള്ള് മാറ്റി യേശുപ്പന്റെ തിരുഹൃദയമുള്ള വിഗ്രഹങ്ങൾ അവിടെ ഫോട്ടോ വയ്ക്കുകയും ഫുള്ള് എല്ലാം ഒരുപാട് അഭിഷേകങ്ങള് മാതാവും തിരുകുമാരനും നന്ദി. പിന്നെ പറയണ്ടെന്നാ വിചാരിച്ചത്, വിശ്വസിക്കുമെന്ന് അറിയത്തില്ല. അന്ന് റോസാ മിസ്റ്റിക് അമ്മയുടെ തിരുനാളിന്റെ അന്ന് ഞാൻ പുറത്തു പോയിരുന്നു, ഞാനും ചേച്ചിയും. അമ്മയ്ക്ക് കടയാണ്. അപ്പൊ അമ്മ 10 മണി വരെ കടയുണ്ട്. 9 മണിയായപ്പോ അമ്മയ്ക്ക് എന്തോ എടുക്കാനുണ്ട് മുകളില്. പക്ഷെ അല്ലെങ്കിൽ അച്ഛനെ പറഞ്ഞു വിടുന്നത്. പക്ഷെ അമ്മ തന്നെ അന്ന് പോയി. പക്ഷെ അമ്മയ്ക്ക് പേപ്പർ വായിക്കുമ്പോ ടോർച്ചടിച്ച വായിക്കുന്ന കൊച്ചക്ഷരം കണ്ടുകൂടാ. അപ്പോ കേറി പോകുന്ന സ്റ്റെപ്പ് വഴിയ വീട്ടിലോട്ട്, മുകളിലുള്ള വീട്, അപ്പൊ സ്റ്റെപ്പ് വഴിയ കേറി പോകുന്നത്. അപ്പോ അവിടെ ലൈറ്റ് ഇല്ലായിരുന്നു. പക്ഷെ ഈ രക്തം സ്റ്റെയറിൽ ഉണ്ടായിരുന്നത് ഭയങ്കര പ്രകാശമായിട്ട് അമ്മയുടെ കണ്ണിൽ കാണിച്ചു കൊടുത്തു. നമ്മൾ വന്ന് ഒരു 9 മണിക്ക് അമ്മ കാണുന്നത്. നമ്മളൊരു 9:30-10 മണിയായി. അപ്പോ പറഞ്ഞു ബ്ലഡ് കിടക്കുന്നു സ്റ്റെപ്പിലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കാല് മുറിഞ്ഞതായിരിക്കും, കാല് നോക്കാത്ത എന്താന്ന് ചോദിച്ചു. ഇവിടെ ആരുടെ കാല് മുറിഞ്ഞിട്ടില്ല, പക്ഷെ ബ്ലഡ് കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാന് ജിൻസ് ബ്രദറിനെ വിളിച്ചു. ജിൻസ് ബ്രദർ പറഞ്ഞു ഒരുപാട് അഭിഷേകങ്ങൾ കിട്ടുന്നുണ്ട് ഇന്ന്, അമ്മയുടെ ബർത്ത്ഡേ ആണ്, അപ്പോ അതായിരിക്കും എന്ന് പറഞ്ഞു. മാതാവ് റോസാ മിസ്റ്റിക് മാതാവിന്റെ തിരുനാളിന്റെ എന്ന് കടന്നു വരികയും അവർ രക്തക്കണ്ണി ഓരോ സ്റ്റെപ്പിൽ മാതാവ് രക്തക്കണ്ണി ഒരുപാട് കിട്ടിയത് പരിശുദ്ധ അമ്മ കടന്നുപോയ കാൽപ്പാടിൽ അമ്മയുടെ രക്തക്കണ്ണി തുള്ളികളെ ഓരോ സ്റ്റെപ്പിലേക്കൂടെ റോസാ മിസ്റ്റിക് മാതാവിന്റെ പെരുന്നാളിന്റെ എന്ന് കാണുകയുണ്ടായി. ഈ ഒത്തിരി അനുകൂലം. ഇവർക്ക് ശ്വാസമുട്ടിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് ഇന്നലെ ശ്വാസമുട്ട് കാരണം വീട്ടിൽ പോകേണ്ട അവസ്ഥയാണെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പൊ ശ്വാസമുട്ടുണ്ടോ? അത് ഒരുപാട് മാറ്റമുണ്ട്. അല്ലെങ്കിൽ ഒരു നെഞ്ചിനൊരു ഇടുപ്പ്, ഭയങ്കര ശ്വസിക്കാൻ പോലും പറ്റത്തില്ല, ഭയങ്കര ഒരു അകത്തെന്തോ ഇരിക്കുന്ന പോലെയാണ്. ഇപ്പൊ അതിന്റെ ഒരു ഇതും ഇല്ലാന്ന് തോന്നുന്നത്. അല്ലെങ്കിൽ എല്ലാ ദിവസവും ടാബ്ലറ്റ് കഴിക്കുന്നതാണ്. പക്ഷെ ഇന്ന് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. പിന്നെ ബ്ലഡ് കണ്ടെന്ന് പറഞ്ഞത് അത് നമ്മുടെ ഹ്യൂമൻ ബോഡിയില് 15 തൊട്ട് അരമണിക്കൂർ വരെ ആകുമ്പോൾ ക്ലോട്ട് ചെയ്യും. പക്ഷെ ഇത് 1 മണിക്കൂറായിട്ടും ക്ലോട്ട് ചെയ്തിട്ടില്ല. അതാണ് അതിൽ ഏറ്റവും വലിയ നമുക്ക് വിശ്വസിക്കാനായിട്ട് ഭയങ്കരമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റിയത്.
പ്രൈസ് ദി ലോർഡ്. ദൈവം കൊടുത്ത അനുഗ്രഹങ്ങൾ എല്ലാവരും കരങ്ങളടിച്ച് മഹത്വപ്പെടുത്തിക്കേ. താങ്ക് യു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് ശോഭ, ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ് വരുന്നത്. ഇതെൻ്റെ 4ാമത്തെ ധ്യാനമാണ്. കഴിഞ്ഞ 3 ധ്യാനങ്ങളിലും ഈശോയും മാതാവും ഒത്തിരി അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ഇതിലൂടെ എൻ്റെ കുടുംബത്തിൽ പ്രവർത്തിച്ചു. കഴിഞ്ഞ മാസം ധ്യാനത്തിന് ലാസ്റ്റ് ദിവസം ആയപ്പോഴത്തേക്ക് സ്തുതിപ്പിൻ്റെ സമയമായിരുന്നു. ആ സമയത്ത് ഞാനിങ്ങനെ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും സാധാരണ ഞാൻ മാതാവിനെ ഈശോനെ ദർശനം എനിക്ക് കിട്ടിയായിരുന്നു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് ദിവസം ആയപ്പോഴത്തേക്ക് എനിക്ക് സ്തുതിച്ചുകൊണ്ടിരുന്ന സമയത്ത് പക്ഷെ ഞാൻ എൻ്റെ അതരം തുറന്നു ഞാൻ എന്നെ തന്നെ മറന്ന് ഞാൻ സ്തുതിച്ച സമയത്ത് എനിക്ക് എൻ്റെ കയ്യിൽ ആരോ കയറി പിടിച്ച് എൻ്റെ ജപമാലയൊക്കെ ഭയങ്കര തണുപ്പ് ഐസ് പോലെയായിപ്പോയി. അതൊരു 10-15 മിനിറ്റോളം എനിക്ക് അപ്പോഴെനിക്ക് ആരോ എൻ്റെ കൈ പിടിച്ച് എന്നെ സ്പർശിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പം ഞാൻ വിശ്വസിച്ച് എൻ്റെ ഈശോ എന്നെ തൊട്ടതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടായിരുന്നു. ഒരു 15 മിനിറ്റോളം അതെന്നെ എന്നിട്ട് ഞാൻ 2 കൈ പിടിച്ച് ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എനിക്ക് വിറയിലും നിൽക്കുന്നില്ല, ഐസ് നമ്മൾ എങ്ങനെ കയ്യിലെടുക്കും, ആ ഒരു അനുഭവമായിരുന്നു എനിക്ക് ഈ ജപമാലയിൽ നിന്ന് കിട്ടിയത്. അതിനുശേഷം പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് ഞാൻ പോയപ്പോഴത്തേക്കും വീട്ടിലും ഒത്തിരി കാര്യങ്ങളൊക്കെ എന്നെ അത്ഭുതങ്ങൾ സംഭവിച്ചു. അപ്പൊ റോസാമിസ്റ്റിക് അമ്മയുടെ തിരുനാളിന്റെ അന്ന് ഞാൻ മാതാവിന്റെ ഫോട്ടോയുടെ രക്തക്കണ്ണീർ ജപമാല പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 11 മണിക്ക് രാത്രി 11 മണിക്കാണ് പഠിക്കുന്നത്. അപ്പൊ സാരി മാതാവിനെ എടുത്ത് റോസാമിസ്റ്റിക് അമ്മേനെ എടുത്ത് റൂമിൽ പോയി അവിടെ ഇങ്ങനെ വെച്ചിട്ട് ടേബിളിന്റെ പുറത്ത് വെച്ചിട്ട് ഞാൻ പഠിക്കും. അപ്പൊ മാതാവിനെ എടുക്കുന്ന സമയത്ത് എനിക്ക് എന്തോ ഒരു വൈബ്രേഷൻ പോലെ എൻ്റെ ശരീരത്തിൽ തോന്നി. അപ്പൊ ഞാൻ വിചാരിച്ചു സാധാരണ എടുക്കുമ്പോഴത്തേക്ക് അങ്ങനെയാണ്. പിറ്റേന്ന് പിന്നെ ആൻമേരി എന്നെ വിളിച്ചിങ്ങനെ ഞങ്ങൾ സംസാരിച്ചു വന്നപ്പോൾ ആൻമേരി പറഞ്ഞു, ചേച്ചി കഴിഞ്ഞ ദിവസം മാതാവിന്റെ ദിവസമായിരുന്നു, അപ്പൊ എന്തെങ്കിലും അനുഭവപ്പെട്ടോ? ബ്രദർമാരിങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞ് അന്നത്തെ ദിവസം ധ്യാനം കൂടിയ മക്കളുടെ വീട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കും, എന്തെങ്കിലുമൊക്കെ അവർക്ക് ഫീൽ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ആൻമേരി അടുത്ത് പറഞ്ഞ് ശരിയാണ്, ഞാൻ റോസാമിസ്റ്റിക് അമ്മേന്റെ ഫോട്ടോ കയ്യിലെടുത്ത സമയത്ത് എനിക്ക് പെട്ടെന്നൊരു വൈബ്രേഷൻ പോലെ എനിക്ക് തോന്നി. അപ്പൊ അവൾ പറഞ്ഞു ചേച്ചി ചിലപ്പോൾ ആ ഒരു ഇതായിരിക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ ഞായറാഴ്ച അൽഫോൻസാമ്മയുടെ തിരുനാളായിരുന്നു. അപ്പൊ ജിൻസ് ബ്രദർ എന്നെ വിളിച്ച് ഇങ്ങനെ സംസാരിച്ച് കുറെ നേരം സ്തുതിച്ച് ആ സമയത്തും ഞാൻ 2-3 പ്രാവശ്യം അഭിഷേകത്തിലൊക്കെ വീഴുകയും ചെയ്തായിരുന്നു. എന്നിട്ട് ജിൻസ് ബ്രദർ എനിക്കൊരു ഓടി ഇട്ടി എന്നിട്ട് പറഞ്ഞു, ചേച്ചി ഇത് സമയം കിട്ടുമ്പോഴൊക്കെ ഇത് കേൾക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അതിനു മുമ്പ് ഒരാഴ്ച എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര പനിയും വിറയലും അങ്ങനെയൊക്കെ ഹോസ്പിറ്റലിൽ പോകും. അത് കഴിഞ്ഞ് പുള്ളിക്കാരെ പണിക്ക് പോകും, തിരിച്ചു വരും. അങ്ങനെ 3-4 ദിവസം ഭയങ്കര അസ്വസ്ഥതയൊക്കെ ആയിരുന്നു. അന്ന് ഞായറാഴ്ച ഞാൻ ഒരു 11 മണിയായപ്പം ഉച്ചയ്ക്ക് ബ്രദറിന്റെ ഓഡിയോ കേട്ട് ഞാൻ കുറെ നേരം സ്തുതിച്ചു. ആ സമയത്തും എനിക്ക് പിന്നെ സാരി മാതാവിന്റെ കണ്ണിൽ നിന്നും ഒരു വെളിച്ചം എനിക്ക് അനുഭവപ്പെട്ടായിരുന്നു. അന്ന് രാത്രി 11 മണിക്ക് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു വന്നപ്പോൾ എൻ്റെ ഭർത്താവ് ഉറങ്ങുകയാണ്, മക്കളുമായിട്ട് ഉറങ്ങുന്നു. അപ്പൊ പുള്ളിക്കാരൻ പനിച്ച് വിറച്ച് ഇങ്ങനെ എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നു. അപ്പോഴേക്ക് ഞാനിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഞാൻ പോയി എൻ്റെ ഭർത്താവിന് ഇങ്ങനെ കിടക്കുന്ന സമയം ഞാൻ പുള്ളിക്കാരൻ്റെ തലക്കിൽ ഇരുന്നിട്ട് ഞാൻ കസേരയിലിരുന്ന്. അപ്പൊ എൻ്റെ അടുത്ത് സാരി മാതാവിന്റെ ഫോട്ടോയും ഈ ജപമാലയും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എൻ്റെ ഹസ്ബൻഡ് ശരിഞ്ഞാണ് കിടന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ് ചേട്ടനെ ഒന്ന് നേരെ കിടക്കാൻ പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരൻ നേരെ കിടന്ന് ഞാൻ എന്ത് ചെയ്ത് ഈ ജപമാല കയ്യിൽ വെച്ച് സാരി മാതാവിനെ എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ഞാൻ ഒത്തിരി നേരം സ്തുതിച്ചു. എൻ്റെ ഹസ്ബൻഡിനെ സമർപ്പിച്ച് ഞാൻ സ്തുതിച്ചു. അസുഖങ്ങളെല്ലാം പനിയൊക്കെ വിട്ടു പോകണില്ല. അപ്പൊ ഞാൻ കൈ തൊട്ട് പൊള്ളുന്ന പനിയായിരുന്നു. രാത്രിയിൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പുള്ളിക്കാരൻ ടാബ്ലറ്റ് കഴിക്കാൻ പറയാൻ കഴിച്ചില്ല. തിരിച്ച് ഞാൻ മാതാവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് എൻ്റെ ഭർത്താവിനെ കണ്ണടച്ച് ഞാൻ സ്തുതിച്ചുകൊണ്ടിരുന്ന സമയം 2 സെക്കൻഡ് ആയപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ നിന്ന് ആ മാതാവിന്റെ ചിത്രം ഉതിർന്ന് താഴെ വീണ് എൻ്റെ ഹസ്ബൻഡിന്റെ തലയോട് ഇങ്ങനെ ചേർന്നിരിക്കണം. അപ്പോഴും ഞാനത് കാണുന്നില്ല. തിരിച്ച് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ ആ ചിത്രം ഇല്ല. നോക്കിയപ്പോൾ എൻ്റെ ഹസ്ബൻഡിന്റെ തലയോട് ചേർന്നിരുന്നു. അപ്പോഴേക്ക് എനിക്ക് കൂടുതൽ ശക്തി കിട്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. തിരിച്ച് ഞാൻ എൻ്റെ ഹസ്ബൻഡ് തലയോട് ചേർത്ത് എൻ്റെ കയ്യിൽ മാതാവിന്റെ ഇതും പിടിച്ചിട്ട് ഒത്തിരി നേരം സ്തുതിച്ച് അങ്ങനെ പ്രാർത്ഥിച്ച് 2 മിനിറ്റ് എന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ എണീറ്റ് മാതാവിന്റെ ചിത്രവും കൊണ്ട് വെച്ച് കിടക്കാൻ സമയം ജസ്റ്റ് ഞാൻ പോയി നോക്കിയപ്പോഴത്തേക്ക് ആ സമയം എൻ്റെ ഹസ്ബൻഡിന്റെ ശരീരം ആകെ തണുത്ത് വിറച്ച് നല്ല തണുപ്പ് അനുഭവപ്പെട്ടു. അപ്പൊ ഞാൻ മനസ്സിൽ മാതാവിന് ഒത്തിരി നന്ദി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ 2ാമത്തെ ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ ചാൾസ് ബ്രദർ പറഞ്ഞ് ഇവിടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പൊ ചാൾസ് ബ്രദർ പറഞ്ഞ് മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി ആരൊക്കെ 2 പേര് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കൈപൊക്കി. അപ്പൊ ബ്രദർ എന്നോട് ചോദിച്ചു ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. ഞാൻ പറഞ്ഞു നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ള കുട്ടികൾക്കാണെന്ന് പറഞ്ഞു. അപ്പൊ അതിന് മുമ്പ് ഞാൻ ഇവിടെ നിന്ന് നമ്മുടെ IMS അമ്മയുടെ ഒരു മഞ്ഞ ബുക്കുണ്ട്. അതിൽ ദമ്പതികൾക്കുള്ള പ്രാർത്ഥന, എല്ലാ പ്രാർത്ഥനകളും മക്കളില്ലാത്ത ദമ്പതികൾക്കുള്ള പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതും മേടിച്ചിട്ട് പോയി. ബ്രദറും പറഞ്ഞു. എന്നിട്ട് ഞാനിപ്പോ ഈ വരുന്നതിന്റെ ഈ ധ്യാനത്തിന് കൂടുന്നതിന്റെ ബുധനാഴ്ച അപ്പൊ ഞാൻ
ആ കുട്ടിക്ക് ബുക്ക് കൊണ്ട് കൊടുത്ത് നമ്മുടെ ഇവിടുത്തെ നോട്ടീസും കൊണ്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ് ഇത് വെച്ച് പ്രാർത്ഥിക്കും, വിശ്വാസത്തോടെ നീ പ്രാർത്ഥിക്കും, മാതാവ് തീർച്ചയായിട്ടും നീ പ്രാർത്ഥിക്കണം, മാതാവിന്റെ കയ്യിലിരിക്കുന്ന ഓമനെ പോലെ ഒരു കുഞ്ഞിനെ തരണേ എന്ന് നീ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കെന്ന് പറഞ്ഞ് ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുക, വിശ്വാസ പ്രമാണം പഠിക്കുക എന്നൊക്കെ ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഞാൻ ബുധനാഴ്ച വരുന്ന സമയത്ത് ആ കുട്ടിയുടെ ചേച്ചി എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറയുകയാണ്, അത് ചേച്ചി ഒരു സന്തോഷ വാർത്തയുണ്ട്. ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചപ്പോൾ അത് എൻ്റെ അനുജത്തി പ്രഗ്നന്റ് ആയിരിക്കുവാണെന്ന് പറഞ്ഞ്. അത് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി സന്തോഷം. അപ്പൊ ഞാൻ ഒത്തിരി മാതാവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇന്ന് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം അനുഭവപ്പെട്ട അതേ ഇത് ഞാൻ നമ്മൾ നിലത്തിരിക്കാൻ ജിൻസ് ബ്രദർ പറഞ്ഞപ്പോൾ ഒച്ചത്തിൽ സ്തുതിക്കാൻ പറഞ്ഞു. ആ സ്തുതിക്കാൻ ആ സമയത്തും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കൈയൊക്കെ വിറച്ച് വീണ്ടും എൻ്റെ അടുത്ത് ഈശോ കുരിശിൽ നിന്ന് ഇറങ്ങി എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കൈ പിടിച്ച് ഇങ്ങനെ എൻ്റെ കൈ പിടിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ എന്നെ തന്നെ മറന്ന് ഞാൻ ഈശോയെ ഈശോ എന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചത്. ഇപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്തും ബ്രദർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്തും ഈശോ എൻ്റെ അടുത്ത് വരുന്നതായിട്ടും നല്ലൊരു പ്രകാശം തീഗോളം എൻ്റെ അടുത്ത് വരുന്നതായിട്ട് എനിക്ക് ഒത്തിരി അനുഭവപ്പെട്ട് ഇത്രയും അനുഗ്രഹം ചെയ്തതിന് ഈശോയ്ക്ക് മാതാവിന് 1000 നന്ദി. വലിയ അനുഗ്രഹത്തെ ഓർത്തുന്ന കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേ.